എസ്പെഷ്യലി ഈ ടിക്കറ്റിന്റെ കാര്യം പിന്നെ പേരും. അതെ, ടിക്കറ്റിന്റെ കാര്യം ഇനി മേലെ കൊച്ചി വന്ന മെട്രോയ്ക്ക് ആക്ച്വലി ചെറുതും വലുതായിട്ട് 12 പാട്ടുണ്ട് പടത്തില്. 12 പാട്ട്. ഇത് കിട്ടാൻ ഒരു ചാൻസ് ഇല്ല, കാരണം ഇവിടെ ഇരിക്കുന്ന ആർക്കും അതറിയില്ല. അല്ല ശരിക്കും ഇന്ന് രാവിലെ വന്നിട്ട് വന്ന ടിക്കറ്റ് അതെങ്ങനെയാ പറയാൻ പറ്റില്ലല്ലോ. സാധാരണ എയർ ഓയിലിൽ 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാംഫുൾ അല്ലാത്ത നല്ലൊരു എയർ ഓയിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. ഹെയറിനും സ്കാൽപ്പിനും ഹാംഫുൾ അല്ലാത്ത നല്ലൊരു പ്രോഡക്റ്റാണ് ഉസ്ത്ര ആയുർവേദിക് ഹെയർ ഓയിൽ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രഡീഷണൽ ഇന്ത്യൻ ആയുർവേദ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലും നാച്ചുറൽ ഹെർബ്സിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നുമാണ്. മിനിസ്ട്രി ഓഫ് ആയുഷ് വെരിഫൈ ചെയ്ത മെഡിസിനുള്ള ആയുർവേദിക് പ്രോഡക്റ്റാണിത്. 8 നാച്ചുറൽ ചെടിയുടെ സത്ത് നിങ്ങളുടെ തലമുടിയെ നറിഷ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്യാൻ കയ്യിൽ ചെറിയ അളവിലെടുത്ത് തലയോട്ടിയിലും തലയിലും നന്നായി മസാജ് ചെയ്യുക. നോൺ സ്റ്റിക്കി ആയതുകൊണ്ട് പകലും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടാൻ അനന്തു10 എന്ന കോഡ് യൂസ് ചെയ്യുക. ഇന്ന് നമ്മളോടൊപ്പം 2 അതിഥികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച സംഭവമാണ്. പക്ഷേ വന്നിരിക്കുന്ന 2 പേരും അത്യാവശ്യം ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള 2 ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ കാഷ്വലായിട്ടായിരിക്കും പോകുന്നത്. സോ നമ്മളോടൊപ്പം ഉള്ളത് രജിഷ ആൻഡ് രാഹുൽ റിജീനായ. സോ ഞാൻ കാഷ്വലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ണി ആയിട്ട് പോകണ്ടേ? ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ സൈക്കോളജി ഉണ്ട്, മാജിക് റിലേറ്റഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, മെൻ്റലിസം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പോകും. ഒപ്പം എനിക്കറിയാൻ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയണം. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് അങ്ങ് പോവാം. ഫസ്റ്റ്ലി നമുക്ക് പുതിയ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങൾ പോകാം. അതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ, ഇപ്പോൾ എടുക്കണ്ട. ഓക്കെ ഫൈൻ. സോ ഓക്കെ ചേട്ടാ, ഖോഖോ ഫിലിമിൻ്റെ വിശേഷങ്ങൾ എന്നാണ് നമുക്ക് നോക്കാം. ഖോഖോ സിനിമ ഏപ്രിൽ 14-ാം തീയതി റിലീസാവുകയാണ്. വിഷുവിന് തിയേറ്ററുകളിൽ വരും. അപ്പോൾ ഈ കോവിഡിൻ്റെ ഇതിനൊക്കെ ശേഷം, ലോക്ക്ഡൗണിനൊക്കെ ശേഷം ഞങ്ങൾ ചെയ്ത ഒരു സ്പോർട്സ് ഡ്രാമയാണ് ഖോഖോ എന്ന് പറഞ്ഞ ഗെയിമാണ് അതിൻ്റെ ഒരു ബേസിക് കണ്ടൻറ്റ്. അതിനകത്ത് രജിഷ മറിയ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ റോളാണ് അഭിനയിച്ചിരിക്കുന്നത്. രജിഷയെ കൂടാതെ മമിത ബൈജു എന്ന് പറഞ്ഞ ഒരു ആക്ടർ വേറെ ലീഡ് റോൾ, അഞ്ജു എന്ന് പറഞ്ഞ ലീഡ് റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ 14 കുട്ടികളുണ്ട് ഖോഖോ കളിക്കുന്ന ഒറിജിനൽ ഖോഖോ പ്ലെയേഴ്സ്. നമ്മൾ ഓഡിഷൻ ചെയ്തെടുത്ത് അവർ ആക്ടേഴ്സായിട്ട് ഈ സിനിമയുടെ ആദ്യ അവസാനം അവരാണ് ഇതിൻ്റെ മെയിൻ ഇത് ആക്ച്വലി കോവിഡ് സമയത്താണോ ഷൂട്ട് ചെയ്ത ഫിലിം? കോവിഡ് ലോക്ക്ഡൗൺ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ റിലാക്സേഷൻ ഒക്കെ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ അധികം ഇല്ലായിരുന്നു. മേജർ ആ ഒരു ഫസ്റ്റ് ഫ്യൂ മന്ത്സ് കഴിഞ്ഞ പാടെ നമ്മൾ തുടങ്ങി. അപ്പോൾ എനിക്കൊന്ന് 75 അല്ലേ 75 തൊട്ട് 100 പേരെ വെച്ച് ചെയ്യാം. 50 പേര് അത് കഴിഞ്ഞിട്ടാണ് 75 വന്നത്. 50 പേരെ വെച്ച് സിനിമ എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ ആ സമയത്താണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. പിന്നെ ഇവൻച്വലി എനിക്കൊന്നൊരു മിഡൊക്കെ ആയപ്പോഴത്തേക്ക് 75 ആയി. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ചെയ്ത് ക്രൗഡ് പോർഷൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് സമയത്ത് വന്ന മിക്ക സിനിമകളും ഞാൻ ചെയ്ത ലവ് ഇൻക്ലൂഡിങ് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ, ഒരു ഫ്ലാറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ് വന്നത്. പക്ഷെ ഒരു സ്പോർട്സ് ഡ്രാമ ഇത്രയും റെസ്ട്രിക്ഷൻസോടെ എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളത് നല്ല ടെൻഷനുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ നിങ്ങൾ ആ സിനിമ കാണുമ്പം എവിടെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിലും അങ്ങനെ കോംപ്രമൈസ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പ്രോപ്പറായിട്ട് കാണികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ദശലക്ഷം കാണികൾ കാണുന്ന ഒരു സ്പോർട്ട് അല്ലല്ലോ പോകും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്ര പേരത് അറിയൂ, അത്ര പേരത് കാണാനുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് വലിയ ക്യാൻവാസിലെ സിനിമ വരുമ്പം ഒരു രീതിയിലും ടെക്നിക്കലിയും ആർട്ടിസ്റ്റിക് സൈഡാണെങ്കിലും ഈവൻ ഫോർ എ ലോ ബഡ്ജറ്റ് ഫിലിം അത് കണ്ട ഒരിക്കലും ഒരു രീതിയിലും അതിന് ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നില്ല. ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ലൈക്ക് 2, 3, 4, 5 കുറച്ച് റാൻഡം നമ്പേഴ്സാണ്. ഇത് കൂടാതെ എനിക്ക് വേണ്ടിയിട്ട് ATM നമ്പർ മനസ്സിലുണ്ടല്ലോ, പിൻകോഡ്. അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഇമാജിനറി ATM നമ്പർ ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഇമാജിനറി ATM നമ്പർ. ഫൈൻ. ജസ്റ്റ് ആ ATM നമ്പർ, ആ ഒരു ഇമാജിനറി ATM നമ്പർ ഞാൻ കണ്ട കുഴപ്പമില്ല, ഒന്ന് ടൈപ്പ് ചെയ്യാം. കണ്ട കുഴപ്പമില്ല. ഇല്ല, കണ്ട കുഴപ്പമില്ല.
ഓക്കെ, മൾട്ടിപ്ലൈ ബൈ. ഓക്കെ, സി ഇത് ഞാനിതിനെ കമഴ്ത്തി വെച്ചേക്കാം. ഒരൊറ്റ സെക്കൻഡ് ഞാനിങ്ങനെ ആക്കും, ഇങ്ങനെ കാണിക്കും. അന്നേരം ഒരു 3 സെക്കൻഡ് ഞാൻ തരും, 3 സെക്കൻഡ് ടൈം തരും. ആ 3 സെക്കൻഡിൽ ഇതിൽ എല്ലാ നമ്പേഴ്സിലും പെട്ടെന്നൊന്ന് കണ്ണോടിക്കുക. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോയാൽ മതി. ഓക്കെ, 3, 2, 1. ഇപ്പോൾ മനസ്സിൽ ഒരു 4 ഡിജിറ്റ് നമ്പർ ഫ്രെയിം ചെയ്യാൻ പറഞ്ഞാൽ അതൊന്ന് ടൈപ്പ് ചെയ്യാവും ഇതിൽ. ആ ഒരു 4 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ബൈ. ലക്കി നമ്പർ എന്ന് പറയുന്ന ഒരു സംഭവം കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ഫേവറേറ്റ് നമ്പർ ഒന്ന് കൊടുക്കാവോ? ഈക്വൽ ടു സൈൻ ഒന്ന് കൊടുക്കാവോ? വി ഗോട്ട് ആൻ ആൻസർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ട് ഈ ആൻസർ ഒന്ന് ഇതിലൊന്ന് നോട്ട് ചെയ്യാൻ പറ്റും? Sure. ഇവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് കാണിച്ചു. നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഗിമ്മിക്ഡ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ആൻഡ് എന്തെങ്കിലും ഉണ്ടോ? കള്ളത്തരം വല്ല ഉണ്ടോ? ഓക്കെ, മനസ്സിലൊരു ഇമാജിനറി ATM നമ്പർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ ഒരു ലക്കി നമ്പർ ചെയ്തു അല്ലേ? കുറച്ച് ചാൻസ് ഒന്ന് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഫൈൻ. ഈ ഒരു സംഭവത്തിലേക്ക് എനിക്ക് മുൻകൂട്ടി പോകാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ഇവിടെ വന്ന് ലക്കി നമ്പർ ഇതാണെന്നോ, ലക്കി നമ്പർ ഏതെങ്കിലും ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, എന്തായാലും നമ്മുടെ ബാക്കിയെല്ലാം ഇമാജിനറി ഇപ്പോൾ വന്ന തോട്ട്സ് ആണ്. ഫൈൻ. എനിക്ക് കിട്ടാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ഷോ. ഞാൻ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തുടക്കത്തിൽ ഞാനൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഇന്ന് രാവിലെ നമ്മളിവിടെ കൊച്ചിയിൽ വന്ന സമയത്ത് ഞാൻ മെട്രോയിലൊന്ന് കയറി ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്തൊരു ടിക്കറ്റ് ഒന്ന് എടുക്കാവോ? അതിലെ ടിക്കറ്റ് നമ്പർ ഒന്ന് നോക്കാവോ? ചെക്ക് ചെയ്യാവോ? നമ്പർ 7748172213. Thank you so much. പൊളിയാട്ടോ. Thank you. So nice. അല്ല, ശരിക്കും ഇന്ന് രാവിലെ വന്നിട്ട് വന്ന ടിക്കറ്റ് അത്. അടിപൊളിയായി. അതെങ്ങനെയാ പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാവോ? മൊബൈൽ ഫോൺ ഒന്ന് എടുക്കാവോ? ഓക്കെ, ദാറ്റ്സ് യുവർ ഫോൺ. ലോക്ക്ഡ് അല്ലേ? ഒന്ന് ക്യാമറയിൽ ഒന്ന് കാണിക്കാവോ? പാസ്വേഡ് എത്ര നാൾ മുമ്പാ ചേഞ്ച് ചെയ്തേ? പാസ്വേഡ് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ലൈക്ക് മീഡിയയിലൊന്നും അങ്ങനെ ഇല്ല. ഫോണും തരാമോ? പാസ്വേഡിൻ്റെ ലൈക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ്സ് മാത്രം ഒന്ന് ആലോചിക്കണം. ഓക്കെ, സി ഇതിലേക്കൊന്ന് നോക്കാവോ? ജസ്റ്റ് ഒന്ന് അടുത്ത് വന്നിട്ട് ഇതിലേക്കൊന്ന് നോക്കാം. ലൈക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിരുന്നു അല്ലേ കണ്ടുപിടിക്കാൻ പാട്. നിങ്ങളുടെ ഫോണൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി ഇത് ഞാൻ മാറ്റണം. സോ ഗുഡ്. താങ്ക് യു സോ മച്ച്. കൊള്ളാലോ.
രജിഷ വിജയൻ എന്ന് പറയുന്ന ഒരാളിനെ നമുക്കൊരു ഇന്റർവ്യൂവിന് കിട്ടിയാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ഭയങ്കര ഫ്രഷ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്നറിയോ? അറിയോ? സ്പോർട്സ് അംബാസഡർ ആവുമെന്നാണ്. അതൊന്നുണ്ട്. മറ്റേ സംഭവം മുടിയുടെ കാര്യമില്ലേ, മുടി വെട്ടി എന്തിനാന്നുള്ളതാണോ? അത് ഇപ്പൊ പക്ഷെ ചോദിക്കുന്നില്ല, നീണ്ടു ഇപ്പൊ മുടി, അതുകൊണ്ടായിരിക്കും. ഇനി അടുത്ത ഇല്ല, ഇതില് സിനിമയില് ഒരു പോസ്റ്ററിൽ എന്തോ ഒരു 2 കാലഘട്ടം രജിഷയുടെ ക്യാരക്ടറുണ്ട്, ഷോർട്ട് ഹെയർ ലുക്ക് ഉണ്ട്, പക്ഷെ വെട്ടിയതല്ല. നമുക്ക് ഫിലിമിലെ സോങ്സിന്റെ ഒക്കെ കാര്യങ്ങൾ, എത്ര സോങ്സ് ഇപ്പോൾ ഓൾറെഡി ഓഡിയോ ലോഞ്ച് വന്നു? നമ്മള് ആക്ച്വലി ചെറുതും വലുതായിട്ട് 12 പാട്ടുണ്ട് പടത്തില്. 12 പാട്ട്. മ്യൂസിക്കലും കൂടിയാ സിനിമ. അത് സിദ്ധാർത്ഥ പ്രദീപ് എന്ന് പറഞ്ഞ കമ്പോസറാണ് ചെയ്തിരിക്കുന്നത് 12 പാട്ട്. 5 പാട്ട് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്, ഫിസിസ്റ്റ്. പിന്നെ അതിഥി, റാപ്പ് കിഡ് എന്ന് അറിയപ്പെടുന്ന അതിഥി ഒരു 5 ഇംഗ്ലീഷ് ട്രാക്ക് എഴുതിയിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പിന്നെ അർജുൻ അഞ്ചൻ എന്ന് പറഞ്ഞൊരു പുതിയ ലിറിസിസ്റ്റ് എഴുതിയിട്ടുണ്ട്. മൊത്തം 12 പാട്ടുണ്ട് പടത്തിൽ. ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് കൊക്കോ കൊക്കോ തീവണ്ടി എന്ന് പറഞ്ഞൊരു ട്രാക്ക് വന്നു, ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. പാടും? ഇല്ല, വേനൽ പാതയിൽ പാടും, രണ്ടാമത് വന്ന ട്രാക്ക്. അത് പാടാം. ഇല്ല, അത് 2 വരി പാടും പ്ലീസ്. എനിക്ക് സത്യമായിട്ട് ഈ സംഗീതം ജസ്റ്റ് തുടക്കം മാത്രം മതി. എനിക്ക് ചുമ്മാ പറയണ ഹാർമോണിയം ഉണ്ട് വീട്ടില്, നമ്മള് ചോദിക്കുന്ന പലതും വാങ്ങിച്ചു പാടും മറ്റേ എങ്ങനെയൊക്കെ ആക്കിയിട്ട്. ഇനി ഹാർമോണിയം ഉണ്ടെങ്കിലേ പാടൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? മെന്റലി ഒരു ഹാർമോണിയം കൊണ്ടുവരൂ. സിമ്പിൾ ആയിട്ടുള്ള പാട്ടൊന്നും പറ്റില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടേ പറ്റും. അതെ, അപ്പം അത്രയും പാട്ടുകളുണ്ട്. അപ്പം നമ്മുടെ ഒരു മ്യൂസിക് നമ്മുടെ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ്. ഒരു എന്താ പറയാ, സ്പോർട്സ് ഡ്രാമ എന്നുള്ളതിന് അപ്പുറത്തേക്ക്, ആ സ്പോർട്സിനപ്പുറത്തേക്ക് ഇത് ഒരു അഞ്ജു എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റും മറിയ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ രജിഷ ചെയ്യുന്ന ടീച്ചറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ജേർണിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു മ്യൂസിക്കൽ എലമെന്റ് ഉണ്ട് പടത്തിനകത്ത്. അത് ത്രൂ ഔട്ട് ആദ്യാവസാനം സിനിമ അത്രയും പാട്ടുകളുണ്ട്. അപ്പം അതൊരു നമ്മളുടെ എന്താ പറയാ, ഇത്രയും വലിയ പണ്ട് നമ്മൾ കാസറ്റിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് എ സൈഡ് ബി സൈഡ് എന്നൊന്നും വരുന്നുണ്ട്, അത്രയധികം ട്രാക്കുകൾ നമുക്കുണ്ട്. അതൊരു നമ്മളുടെ ഒരു ഭയങ്കര നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ നമ്മുടെ മ്യൂസിക് എന്താ പറയാ, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും അത് ഫൈനലി കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്സും ഭയങ്കരമാണ്. പാടത്തെ മോശമായിപ്പോയി. സോ റിലാക്സ് ചെയ്തിട്ട്, നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത, മരിച്ചുപോയ, മെൻ്റലി ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന, ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളിനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അയ്യോ, ഫ്രണ്ട് ആവാം, ലൈക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ആവാം, ഏതെങ്കിലും ഒരു നെയിം ആലോചിച്ചോ. അത് ഒന്ന് കണ്ണു തുറക്കാവോ? ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കും, അതിന് എനിക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആൻസർ എനിക്ക് തരണ്ട. ജസ്റ്റ് ഓക്കെ. ഫസ്റ്റ് തിങ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരാണോ, അല്ലെങ്കിൽ കോമൺ നെയിം ആണോ, അതോ കോമൺ നെയിം അല്ല? ഓക്കെ, ഇത് ഒരുപാട് ചോദ്യം ചോദിച്ചാൽ നമ്മൾ അശ്വമേധമായി പോകും, നമുക്ക് അതിലോട്ട് അതാണ്. എനിക്ക് ഒരു കോമൺ നെയിം ഒരു കോംപ്ലിക്കേറ്റഡും ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞോണ്ട് കോംപ്ലിക്കേറ്റഡ് എടുത്തതാ. കോംപ്ലിക്കേറ്റഡ്, ഓക്കെ ഫൈൻ. ശരി, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്താൽ പറ്റും. ഇനി ഒന്ന് കണ്ണൂർന്ന്, ജസ്റ്റ് ഒന്ന് കണ്ണൂർന്ന് ABCDEFGH. മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആ ഒരു രീതി പോയതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കാം. മീൻസ് യാതൊരു വിധത്തിലും എനിക്ക് കിട്ടരുതെന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നോളൂ. ഓക്കെ, എക്സ്പ്രഷൻസിലായാലും അതിലായാലും ഏതൊരു രീതിയിലും എനിക്ക് കിട്ടാൻ പാടില്ല, ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതി. ബാക്കി ലെറ്റേഴ്സ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഞാനൊന്നും ലെറ്റേഴ്സൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല, മനസ്സിൽ ബാക്കി ലെറ്റേഴ്സ് 1 by 1 എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ആലോചിക്കുക, ഓരോന്നായിട്ട് മനസ്സിൽ നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ഫ്രണ്ടായിരുന്നോ അങ്ങനെ ഒക്കെ പറയണ്ട. കണ്ണൊന്ന് തുറക്കാവോ? ഇതേ ഞാൻ ഫസ്റ്റ് തിങ് ഞാൻ ഒരു കാര്യം പറയാം, എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ലൈവായിട്ട് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് വരാം. കാര്യം നമ്മളിപ്പോൾ ഒന്നും നമ്മൾ ക്ലെയിം ചെയ്യുന്നതല്ല, ഇവിടെ ചെയ്യാൻ പോകുന്നതെല്ലാം 100% എനിക്ക് ശരിയാവും എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. ഞാൻ ഈ ചെയ്യുന്നതിൽ കുറേ ഇൻഫ്ലുവൻസിങ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കുറച്ച് തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തോട്ട്സ് എനിക്ക് തരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ.
കണ്ണടച്ചേ നിൽക്കണം. ഇതേ ഒന്ന് കണ്ണു ഒന്ന് തുറക്കാവോ? ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കാം, നോക്കരുതേ, നോക്കാൻ പറ്റാതെ. കണ്ണു തുറന്നിട്ടോ? ഫൈൻ. ഇനി നമുക്ക് അശ്വമേധം കളിക്കുന്ന കുഴപ്പമില്ലല്ലോ? ദാറ്റ്സ് സേഫ് അല്ലേ? ആരായിരുന്നു? ഫ്രണ്ട്, റിലേറ്റീവ് ആയിരുന്നോ? അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയായിരുന്നു. ഇമോഷണലി ഒരുപാട് അത്യാവശ്യം എന്തോ ദൈവം സഹായിച്ചിട്ട് ടച്ച്വുഡ് എനിക്ക് അങ്ങനെ ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടില്ല. ജീവനോട് ഞാൻ പറഞ്ഞത് മരിച്ചു പോയിട്ടില്ല അധികാരം. 2 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേര് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഒന്ന് എൻ്റെ അച്ഛനായിരുന്നു, പക്ഷെ അച്ഛൻ്റെ പേര് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു പേരാണ്. പിന്നെ ഞാൻ അത് ചൂസ് ചെയ്തു. ഇത് വളരെ ബേസിക്കലി ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. ആൻറ്റി പോയി എന്നുള്ളത് നമുക്കൊട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാണ്ട് നടന്നൊരു കാര്യമായതുകൊണ്ടായിരിക്കും. എനിക്ക് ആ ഒരു, പിന്നെ ഷി വാസ് എൻ എക്സ്ട്രീംലി ടാലന്റഡ് ഇന്റലിജന്റ് ടീച്ചറായിരുന്നു. പുള്ളിക്കാരിയുടെ പേരെന്താണെന്ന് പറയാൻ പറ്റും? ഡൊറീന റോള മെൻഡോസ. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഫസ്റ്റ് നെയിം എന്താ? ഡൊറീന. ഡൊറീന. ഓ കറക്റ്റ്. സ്പെല്ലിംഗിൽ ഒരു ലെറ്റർ തെറ്റാ, ബട്ട് കറക്റ്റാ. അടിപൊളി കേട്ടോ. ഇത് കിട്ടാൻ ഒരു ചാൻസ് ഇല്ല, കാരണം ഇവിടെ ഇരിക്കുന്ന ആർക്കും അതറിയില്ല. മൈ ഗോഡ്. ഓഹ്, അതെങ്ങനെ ഒരു ചാൻസും ഇല്ല കേട്ടോ ഇത് കിട്ടാൻ. അല്ലേ, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള നെയിം. അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അച്ഛൻ്റെ പേര് വാസു എന്നാണ്. അപ്പൊ അത് പിന്നെ പെട്ടെന്ന് കിട്ടുമല്ലോ, കുറച്ച് ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. ഇനി എന്റെ ഒന്നും കണ്ടുപിടിച്ചില്ല. സോ കോക്കോ നമ്മളെ പുതിയ ഫിലിം വരുന്ന ഏപ്രിൽ 14 അല്ലേ, വിഷുവിൻ്റെ അന്ന് റിലീസ് ചെയ്യാണ്. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് തന്നെ കാണുക. എന്തായാലും ഈ ഒരു ഫിലിമിൽ ഉള്ള എല്ലാവർക്കും, കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താണ് പടത്തിനെ കുറിച്ച് പറയൂ, കാണാൻ പറയൂ എല്ലാവരും. നമുക്കിപ്പോൾ ഈ മെന്റലിസം പ്രോഗ്രാമിൽ വന്നിരിക്കുന്നുണ്ട്, നമുക്ക് എന്തോ പറയണമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തോ പറഞ്ഞത് നീ കണ്ടുപിടിക്കുന്നു ഒന്നും ആലോചിക്കാതിരിക്കുവാണ്. അപ്പം സിനിമ ഏപ്രിൽ 14 റിലീസാണ്. അപ്പം എന്താ പറയുക, ഒരുപാട് പേരുടെ ഈ കോവിഡ് സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സിനിമ ഇൻഡസ്ട്രി ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഈ സമയത്ത് ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ സിനിമയ്ക്ക്, ഞങ്ങളുടെ സിനിമയ്ക്ക് മാത്രമല്ല സിനിമ മേഖലയ്ക്ക് തന്നെ ആവശ്യമുള്ളൊരു സമയമാണ്. അത് പ്രേക്ഷകരെല്ലാവരും ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. ഞങ്ങളുടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റൂ. അപ്പം ആ എഫേർട്ട് എടുത്തിട്ടുണ്ട്. സിനിമ ഇനി തിയേറ്ററിൽ വന്ന് കാണാൻ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കും. അനന്തുവിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനന്തുവിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ 2 കൊല്ലം മുമ്പ് എൻ്റെ കഴിഞ്ഞ സിനിമ ഡാഗിനി എന്ന് പറഞ്ഞ സിനിമയിൽ അനന്തു അഭിനയിച്ചിട്ടുണ്ട് മജീഷ്യനായിട്ട്. അതിനുശേഷം പിന്നെ അനന്തു ഭയങ്കരമായി ഞങ്ങൾ സർപ്രൈസ്ഡാണ് അനന്തുവിൻ്റെ ഗ്രോത്ത് കാണുന്നത്. എത്രയോ ഇവൻറ്റ്സ്, ഇൻ്റർനാഷണൽ ഇവൻറ്റ്സും ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഈ ചെറിയ പ്രായത്തിൽ പെർഫോം ചെയ്യുന്ന കാണുമ്പം ദൂരെ നിന്ന് ഒരു പരിചയക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടെ നോക്കി കാണുന്നു. ആൻഡ് ഇപ്പം എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ പേടിച്ചാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലുള്ള എന്തെങ്കിലും പ്രത്യേകത നമ്മൾ പറയുമെന്നുള്ള പേടിയുണ്ട്. കാരണം എല്ലാം പുറത്തു വന്നു. അപ്പം we had a good time. Thank you so much. We are so happy to be a part of this program. ഏറ്റവും നല്ല രീതിയിൽ അത് ആ സർപ്രൈസ് എല്ലാം തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. Thank you and all the best. അടിപൊളിയാക്കാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം.
എസ്പെഷ്യലി ഈ ടിക്കറ്റിന്റെ കാര്യം പിന്നെ പേരും. അതെ, ടിക്കറ്റിന്റെ കാര്യം ഇനി മേലെ കൊച്ചി വന്ന മെട്രോയ്ക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് മൊത്തത്തിൽ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.